നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ഇങ്ങനെ മുറുകുകയാണ്. 3-ാം റൗണ്ട് മത്സരങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുന്നു. ഇപ്പം ചില ഗ്രൂപ്പുകളൊക്കെ തീരുമാനമായി കഴിഞ്ഞു. ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ ഇന്നലെ സ്കോട്ട്ലൻഡിനെതിരെ നിർണായകമായ മത്സരത്തിൽ തകർപ്പൻ പ്രകടനം നടത്തി 3-0 ജയിച്ച് കയറിയിട്ടുണ്ട്. നെയ്മർ ജൂനിയർ മടങ്ങി വന്നിട്ടുണ്ട്. വിനി ജൂനിയർ ഫോമിൻ്റെ പാരമ്പര്യയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മോടൊപ്പം കളി വിലയിരുത്താൻ വേണ്ടി കളി നിരീക്ഷകൻ ഷിഹാബ് സാറുണ്ട്. വെൽക്കം ഷിഹാബ് സാർ. താങ്ക് യു. ഇന്നലത്തെ കളി ഇന്നലെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് പുലർച്ചെയാണ്. അപ്പം നെയ്മർ ജൂനിയറുടെ മടങ്ങി വരവാണ് ഇന്ന് ലോകമാധ്യമങ്ങളൊക്കെ ഹെഡ്ലൈനായിട്ട് കൊടുക്കുന്നത്. എന്ത് പറയുന്നത്, ഇത് എത്രത്തോളം പ്രാധാന്യമുള്ളൊരു സംഭവമാണ് നെയ്മറിന്റെ തിരിച്ചുവരവ്. വലിയ സംസാര വിഷയം. പക്ഷെ അതിനെ വിനീഷ്യസ് ജൂനിയറിന്റെ പെർഫോമൻസ് ഓവർ ഷാഡോ ചെയ്തോ എന്നുള്ള സംശയമാണ്. അപ്പം അങ്ങനത്തെ രീതിയിലാണ് വിനീഷ്യസ് പെർഫോം ചെയ്യുന്നതെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നെയ്മർ തന്നെ കളിക്ക് ശേഷം പറഞ്ഞ നമ്മുടെ മെയിൻ പ്ലെയർ വിനി ജൂനിയർ ആണ് എന്നുള്ളത്. ഈ 10-15 മിനിറ്റ് നെയ്മർ കളിച്ചതിൽ നിന്ന് സാറിന് എന്താണ് തോന്നിയത്? അദ്ദേഹത്തിൻ്റെ ഒരു 3 ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ സമയം ഉണ്ടായിരുന്നു, കോർണർ കിക്ക് ഉണ്ടായിരുന്നു. അതെ, അത് വേണ്ട രീതിയിൽ ഇപ്പോൾ ആ 15 മിനിറ്റാണ്, 76ാമത്തെ മിനിറ്റിലാണ് ഇറങ്ങുന്നത് നെയ്മർ ഇറങ്ങുന്നത്. കളിയിൽ വേണ്ടത്ര ഒരു ഇമ്പാക്റ്റ്. ഒന്നാമത് ബ്രസീൽ നല്ല നിലയിലായിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ 3 ഗോളിൽ ജയിച്ച് വിജയം ഉറപ്പിച്ച് നല്ല രീതിയിൽ. ബ്രസീലിന്റെ കാര്യത്തിൽ തുടക്കം മുതൽ അവസാനം വരെ നല്ല ഇന്റൻസിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ നെയ്മർ ഇറങ്ങി കളിയിൽ വേണ്ടത്ര രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒന്നാമത് പ്രത്യേകിച്ചെങ്കിൽ ബ്രസീലിന്റെ നിലവിലുള്ള ആ ഒരു ലൈൻ, അറ്റാക്കിംഗ് ലൈൻ അല്ലെങ്കിൽ പ്ലേയേഴ്സിന്റെ ഒപ്പം ആ വേഗത എത്തുന്ന പേസിന്റെ കാര്യത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ള ആള് കുറച്ച് കാലത്തിന് ശേഷം മടങ്ങി വരികയാണ്. പക്ഷെ അതിനിടയ്ക്ക് ചില നല്ല പാസുകളൊക്കെ കൊടുത്തു. 2-3 ചാൻസ് ക്രിയേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. പിന്നെ കോർണർ നല്ല ഒരു കോർണർ, അതായത് നമ്മളെ ഗബ്രിയൽ മെഗല്ലസ് കണക്ട് ചെയ്യാൻ ശ്രമിച്ച ഒരു കോർണർ ഉണ്ടായിരുന്നു. അത് അവരുടെ ഡിഫൻഡർ തട്ടി ഒഴിവാക്കിയാണ്. അത് ഗോളായിരുന്നെങ്കിൽ നെയ്മർക്കൊരു അസിസ്റ്റ് അതിൽ പിറന്നേനെ, വലിയ രൂപത്തിൽ അത് ചർച്ചയായി വന്നേനെ. ഇനിയിപ്പോൾ അന്നേരം നെയ്മറുടെ പെർഫോമൻസ് എങ്ങനെയോ ആവട്ടെ, അതല്ല വിഷയം. ആദ്യം മടങ്ങിയെത്തി എന്നുള്ളതാണ്. അത്രയും കാലം 981 ദിവസങ്ങൾക്ക് ശേഷമാണ് ബ്രസീലിൻ്റെ ജേഴ്സി എറിഞ്ഞ് വീണ്ടും ഇറങ്ങുന്നത്. എന്തായാലും ഈ കളിയിലെ താരം വിനീഷ്യസ് തന്നെ, നോ ഡൗട്ട്സ്, അൺഡൗട്ടഡ്ലി വിനീഷ്യസ് തന്നെയാണ്. വിനീഷ്യസിന്റെ പ്രകടനം പറഞ്ഞത് വിനീഷ്യസ് എത്രമാത്രം കംഫർട്ടബിൾ ആഞ്ചലോട്ടി കീഴിൽ എന്നുള്ളത്. അവിടെ സാന്റിയാഗോ ബെർണബൂല് ആഞ്ചലോട്ടി കീഴിൽ എങ്ങനെയാണ് കളിക്കുന്ന ആ രീതി എത്രമാത്രം കംഫർട്ടബിൾ. അത് വ്യത്യാസം അവരെ ഒരു സ്കോറിംഗ് തന്നെ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ വ്യത്യസ്ത കോച്ചുകളായിട്ട് 39 കളികളിൽ ആകെ 6 ഗോളുകളാണ്. എന്നാൽ ഈ 13 കളികളിൽ ആഞ്ചലോട്ടി കീഴിൽ 7 ഗോളുകൾ ഓൾറെഡി അടിച്ചു കഴിഞ്ഞതാണ്. അതിന് ടീമിന്റെ ഒരു ഏറ്റവും നിർണായകമായിട്ടുള്ള ടൈമിൽ, ടീമിന് ആവശ്യമുള്ള സമയത്ത് ഏറ്റവും വിമർശനങ്ങൾ നേരിട്ട് വന്നിരുന്ന അവിടെ റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുന്ന പോലെ ഇവിടെ കളിക്കണില്ല എന്നുള്ളതാണല്ലോ രാജ്യത്തിന് വേണ്ടിയിട്ട്. പക്ഷെ അതൊക്കെ ആക്ച്വലി എന്താ പറയാ, മാറ്റി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ഈ ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങൾ നമുക്ക് വ്യക്തമാകേണ്ടത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ബാക്ക് ബോൺ എന്ന് പറയുന്നത് വിനീഷ്യസ് ജൂനിയർ ആണ്. കഴിഞ്ഞ കളിക്ക് ശേഷം റൊമാരിയോ, ഈ കളിക്കല്ല അതിൻ്റെ മുമ്പത്തെ കളിക്ക് ശേഷം റൊമാരിയോ വിനിയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വിനി ഇത് നിന്റെ വേൾഡ് കപ്പാണോ? അതുതന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. വിനിയുടെ വേൾഡ് കപ്പാണ്, അതൊരു സംശയമില്ല. വിനി ഹാഡ് എ ലോട്ട് ടു പ്രൂവ് ഉണ്ടായിരുന്നു. അതേ സംഭവം തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വേൾഡ് കപ്പിൽ ഇപ്പോൾ 25 വയസ്സാണ്, എന്നാലും മറ്റുള്ള പ്ലേയേഴ്സിനെ അപേക്ഷിച്ച് യങ് തന്നെയാണ്. 25-ാം വയസ്സ് നല്ലൊരു ഏജാണ്, പാകപ്പെട്ട പ്രായമാണ്. അപ്പോൾ ആ രീതിയിൽ എത്രത്തോളം കളിയിൽ തൻ്റെ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാനും ഗോൾ അടിക്കാനും ഗോൾ അടിപ്പിക്കാനും ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് വിനീഷ്യസ് ജൂനിയറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വിനി ഏറ്റവും നല്ല ഷേപ്പിലാണ്. അത് അദ്ദേഹം നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. വിനി ജൂനിയർ തന്നെയാണ് ഈ വേൾഡ് കപ്പിലെ ബ്രസീലിൻ്റെ വജ്രായുധം. 3 കളികൾ കഴിയുമ്പോൾ 3ലും പ്ലെയർ ഓഫ് ദി മാച്ച് വിനി ജൂനിയർ ആണെന്നുള്ളതാണ്. 4 ഗോളുകളായി. ഇപ്പോൾ നമ്മൾ മെസ്സി 5 ഗോളുകൾ, എംബാപ്പെ 4, ഹാലൻഡ് 4 എന്നൊക്കെ പറയുമ്പോൾ ആ കൂട്ടത്തിലേക്ക് വിനിയും എത്തിയിട്ടുണ്ട്. ഒരു കളി കൂടുതൽ കളിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല. എന്നാൽ പോലും ബ്രസീലിൻ്റെ ഈ ടീമിൽ വിനി ജൂനിയർ വളരെ പ്രധാനപ്പെട്ട ഒരു റോളിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. പിന്നെ ഈ കളിയിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്ലെയർ റയാൻ്റെ പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ ഏറ്റവും ആശങ്കയോടെ ബ്രസീലിനെ സംബന്ധിച്ച് കണ്ടിരുന്ന റൈറ്റ് വിങ് ആയിരുന്നു. റഫീഞ്ഞ പോയപ്പോൾ അവിടെ ആരുണ്ട്, വേറെ ആരാണ്? റയാന് കഴിഞ്ഞ പ്രാവശ്യം റഫീഞ്ഞ ഇഞ്ചുറി പറ്റി റയാന് പകരമായിട്ട് വന്ന സമയത്ത് വേണ്ടത്ര രീതിയിലുള്ള പ്രസൻസ് നമ്മൾ കണ്ടിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്രാവശ്യം തുടക്കത്തിൽ
റയന് എന്താ ഹി വാസ് ഡേഞ്ചറസ് വിത്ത് ബോൾ. അതാണ് ബോൾ കിട്ടിയപ്പോഴൊക്കെ അത് മാത്രമല്ല ആദ്യത്തെ ഗോള് ആക്ച്വലി എന്താ മൂപ്പരുടെ ശക്തമായിട്ടുള്ള ഒരു മക്കന്നെ അവർ ഡിഫൻസിലെ അവർ ഡിഫൻഡർ സെൻട്രൽ ഡിഫൻഡറിന്റെ അടുത്ത് ബോൾ റാഞ്ചി വിനിക്ക് കൊടുത്തത്. അപ്പോൾ അതുപോലെ മാത്രമല്ല കളിയിലുടനീളം നല്ല രീതിയിലുള്ള ഒരു വിഗറസ് ആയിട്ടുള്ള ഒരു പ്രസൻസ് പെർഫോമൻസ് റയൻ്റെ ഭാഗത്തുണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരു ടീമിനെ സാധാരണഗതിയിൽ എന്താ പറയുക ആ ഭാഗത്ത് അല്ലെങ്കിൽ റഫീഞ്ഞനി ഒരു പക്ഷേ റിക്കവർ ആയിട്ടില്ലെങ്കിൽ റൗണ്ട് ഓഫ് 30 മിക്കവാറും റയൻ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. നല്ല ഏജാണ്, 19 വയസ്സാണ്, നല്ല ഏജാണ്. സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് ഇവരെ കളിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. കളിപ്പിക്കണം വെച്ചെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ പറയുക നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ലൂയിസ് എൻറിക്കെ സ്റ്റാർട്ട് ചെയ്യിക്കാതെ റയാനെ സ്റ്റാർട്ട് ചെയ്യിക്കാനുള്ള ആഞ്ചലോട്ടിയുടെ തീരുമാനം 100% ശരിയായിരുന്നു. ആ ഒരു ലോങ് ബോൾ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് അവിടുന്ന് അതെടുത്തിട്ട് അടിക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമമുണ്ട് പെനാൽറ്റി ബോക്സിൽ. ആ കിഡിലൻ ബോൾ കൺട്രോളിംഗ് ഒക്കെ അത് ഗോളായിരുന്നെങ്കിൽ ഒരു ടോപ്പ് ക്ലാസ് ഗോളായി മാറിയേനെ. അത് കൂടാതെ ഇപ്പം ഫസ്റ്റ് കളിയിൽ ആള് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്ന്, ഫസ്റ്റ് കളി എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ കളി രണ്ടാമത്തെ കളി ബ്രസീലിൻ്റെ രണ്ടാമത്തെ കളി, റയാൻ ഇറങ്ങിയ ആദ്യ കളി, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നിട്ട് അത്ര മികച്ച പ്രകടനം നടത്തിയിട്ടില്ല. അത് ഒരു പക്ഷേ വേൾഡ് കപ്പിലെ ആദ്യ കളി 19 വയസ്സ് അതൊക്കെ ആയിരിക്കും, ആ പരിഭ്രമമൊക്കെ ഉണ്ടാവാം, നെർവസ്നെസ് ഉണ്ടാവാം. പക്ഷേ ഇതിൽ ഈ കളിയിൽ അത്തരത്തിലുള്ളൊരു സംഗതിയും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞൊരു പെർഫോമൻസാണ് റയാൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു പ്ലെയർ അല്ലേ ബ്രൂണോ ഗുയിമറസ്? 2 അസിസ്റ്റ്, സൂപ്പർ പെർഫോമൻസ് അല്ലേ? സത്യം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ബ്രസീൽ ടീമിന്റെ ഒരു എഞ്ചിൻ പോലെ പ്രവർത്തിപ്പിക്കാവുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ അത്ര ഒരു നല്ലൊരു എക്സലന്റ് ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡറാണ് ബ്രൂണോ ഗിമറാഷ്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ നിലവിലുള്ള ഈ ഫോർമേഷൻ ഉണ്ടല്ലോ, ഈ ഒരു ആ ഫോർമേഷനിൽ ബ്രസീൽ കളിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത്. മുമ്പ് നസാരിയോ ആർണാനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ റൊണാൾഡീഞ്ഞോയും റിവാൾഡോ പോലുള്ള പ്ലേയേഴ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് ഗോൾ അടിക്കാൻ നസാരിയോ എന്ന് പറയുന്ന ആ പ്ലെയർ എന്ന് പറയുന്നത് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു അവിടെ റൊണാൾഡോ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കേസിൽ എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു കേസല്ല ഇപ്പൊ നിലവിലുള്ളത്. അങ്ങനെയുള്ള അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പറയാ, വിനീഷ്യസ് ജൂനിയർ ടീമിലെ ഏറ്റവും നല്ല പ്ലെയർ ഗോൾ അടിക്കുന്നു, കൂടെയുള്ള ആളുകൾ ഏറ്റവും നല്ല സഹകരണത്തോട് കൂടിയിട്ട് നല്ല രീതിയിൽ കളിക്കണോ, നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്യണോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബ്രൂണോ ഗിമറസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നല്ല ഒന്നാം തരം കളിയാണ്. ആക്ച്വലി എന്താ പറയുക, നമ്മളൊരു ബ്രൂണോ ഗിമറസിന്റെ ക്രോസ് ആണ് വിനീഷ്യസ് ജൂനിയർ സെക്കൻഡ് ഗോളിലേക്ക് വന്നത്. നല്ലൊരു പിൻ പോയിന്റ് ക്രോസ് ആണ്, പിൻ പോയിന്റ് ക്രോസ്. യെസ്, അതേപോലെ തന്നെ മാത്യൂസ് കുഞ്ഞ് കൊടുത്ത പാസ് അസിസ്റ്റ്, അതൊരു കിടിലൻ പാസ്സായിരുന്നു. ആ മാത്യൂസ് കുഞ്ഞിൻ്റെ ഗോൾ എന്ന് പറഞ്ഞാൽ മികച്ചൊരു ടീം ഗോൾ കൂടിയായിരുന്നു. മനോഹരമായിട്ടുള്ളൊരു നീക്കത്തിലൂടെ ബ്രസീൽ അടിച്ച ഗോളാണ്. അപ്പോൾ ബ്രൂണോ ഗിമറസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം അത് ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് ബ്രസീൽ ഒരു പ്രോപ്പർ നമ്പർ 10 ഇല്ലാതെയാണ് കളിക്കുന്നത്. അപ്പോൾ ആ കാര്യം കൂടി ജോലി കൂടി ആഞ്ചലോട്ടി ഒരു പരിധി വരെ ബ്രൂണോ ഗിമറസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, കളി ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ, അപ്പോൾ ആദ്യ കളിയിൽ തന്നെ ബ്രസീൽ മോശമായിട്ട് കളിക്കുന്ന സമയത്ത്, മൊറോക്കോക്കെതിരെ കളിക്കുന്ന സമയത്ത് ഡ്രിങ്ക്സ് ബ്രേക്കിന് നെയ്മർ വിളിച്ച് ബ്രൂണോ ഗിമറസിനോടാണ് പറയുന്നത്, നീ കളിപ്പിക്കുന്ന പറയുന്നത്. അതായത് അവനെയാണ്, അല്ലെങ്കിൽ ബ്രൂണോ ഗിമറസിനെയാണ് ആ ജോലി ഏൽപ്പിച്ചിട്ടുള്ളത്. കളിപ്പിക്കുകയും ഗോൾ അടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതാണ്. അത് മാത്രമല്ല, വിനീഷ്യസും മാത്യൂസ് കുഞ്ഞും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ആ ഒരു നല്ലൊരു ഒത്തിണക്കത്തോട് കൂടിയിട്ടുള്ളതാണ്, പരസ്പര ധാരണയോട് കൂടിയിട്ട് രണ്ടുപേരും. ഇപ്പോൾ ബ്രസീൽ ഗോളടിച്ച 7 ഗോളുകൾ ഇവരാണ്. 4 എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പം മാത്യൂസ് കുഞ്ഞിയുടെ ഇന്നത്തെ ഒരു പെർഫോമൻസ് തുടക്കത്തിൽ ഫസ്റ്റ് ഹാഫിലൊക്കെ അറ്റാക്കിങ്ങിലേക്ക് ആൾ അത്ര അങ്ങ് വരുന്നില്ലെന്ന് തോന്നി. പക്ഷേ ബാക്കി ഏരിയകളിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടാം പകുതിയിൽ ആ കിടിലൻ ഗോൾ കൂടി വന്നപ്പോൾ അത് സെറ്റായി എന്നുള്ളതാണ്. ഡിഫൻസിനെ പറ്റി എന്ത് പറയുന്നു? ഗബ്രിയേൽ മെഗല്ലസും മാർക്കിഞ്ഞോസും നല്ല രൂപത്തിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടില്ലേ? ഗബ്രിയേൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. ചില അനാവശ്യ സമ്മർദ്ദങ്ങൾ, പ്രഷർ ഉണ്ടാക്കുന്നത് ഒഴിവാക്കണം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഡാനിലോയുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു ടാക്ലിങ് അത് അത്യാവശ്യമായിരുന്നു. ആ ബോക്സിലേക്ക് കടന്നു വന്ന സമയത്ത് ഉണ്ടായിരുന്ന ടാക്ലിംഗ് എന്ന് പറയുന്നത്. പക്ഷേ അപ്പം മഞ്ഞക്കാട് വാങ്ങി പിന്നെ എതിർ ഹാഫിൽ പോയിട്ട് അനാവശ്യമായിട്ട് വീണ്ടും ഒരു മഞ്ഞക്കാട്. ശരിക്ക് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് ഡാനിലോ. ഇങ്ങനെ അനാവശ്യമായിട്ട് അത് നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള പ്രഷർ വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ല അവിടെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ബാക്കിയുള്ള കാര്യമെങ്കിൽ കസംബ്ര നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. നല്ലൊരു ബോക്സിൽ നല്ല രീതിയിലുള്ള ചലഞ്ച്, മിസ്സുകളില്ലാതെ പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ ഇന്ന് ഒരാളെ കൂടി പറയണം, ഇന്ന് ആലിസൺ 5 സേവ നടത്തിയത് സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല. 5 എണ്ണം, അതിൽ 3 എണ്ണം നല്ല ഏറ്റവും നല്ലതാണ്.
ഇൻസൈഡ് ദി ബോക്സ് എന്നുള്ള ഷോട്ടുകൾ 4 ഉണ്ടായിരുന്നു. അതിൽ 3 ശരിക്കും ഗോൾ കയറാൻ സാധ്യതയില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ സ്കോട്ട്ലാൻഡ് ചിത്രത്തിലേ ഉണ്ടായില്ല. എനിക്ക് തോന്നുന്ന 2-3 ഗോൾ വീണതിന് ശേഷമാണ് സ്കോട്ട്ലാൻഡ് ഒന്ന് ഉണരുന്നത് തന്നെ സംഭവം. അപ്പൊ അതിൽ പറയണം. പക്ഷെ ബ്രസീല് ഇപ്പൊ ഈ ഒരു കളിയുടെ പ്രത്യേകത ബ്രസീൽ ഇപ്പോൾ ബോൾ പൊസഷൻ ഇല്ലാതെ ഒരു കളി എങ്ങനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാ എന്നുള്ളത് തെളിയിച്ചൊരു കളി കൂടിയാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം. കാരണം 54 ആണ് ബോൾ പൊസഷൻ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ എന്നിട്ടും 21 ഷോട്ടുകൾ ഉണ്ടായിരുന്നു ബ്രസീലിന്റെ ഭാഗത്ത് നിന്ന് 21. അപ്പം ആ രീതിയിൽ എന്താ പറയുക, അങ്ങനത്തെ രീതിയിൽ നമുക്കൊരു കളി നിയന്ത്രണത്തിൽ നല്ല രീതിയിൽ കൊണ്ടുവന്ന് ഒത്തിണക്കത്തോട് കൂടിയിട്ട് കളിച്ചിട്ട് ഇങ്ങനത്തെ രീതിയിൽ ഗോൾ സ്കോർ ചെയ്യാം എന്നുള്ളത് കൂടെ. പിന്നെ വേറൊന്നും സംഭവിച്ചെങ്കിൽ സ്കോട്ട്ലാൻഡിൻ്റെ ഇപ്പോൾ ബ്രസീലിന് ഗോൾ അടിക്കാൻ അല്ലാത്തതിന് നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ 2 ഗോളുകൾ സ്കോട്ട്ലാൻഡിന്റെ ഭാഗത്തുണ്ടായിരുന്ന ഡിഫൻസിലുണ്ടായിരുന്ന മിസ്റ്റേക്കുകളാണ്, ഒരിക്കലും വരുത്താൻ പാടില്ലാത്ത പിഴവുകളാണ്. അത്ര ഒരു കാഷ്വൽ ആയിട്ടുള്ള അപ്രോച്ച്, വളരെ നിർണായകമായിട്ടുള്ള മത്സരത്തിൽ എനിക്ക് സ്കോട്ട്ലാൻഡിന് ഒരുപക്ഷെ ഒരു ഗോളിന് തോറ്റിരുന്നെങ്കിൽ പോലും ഏകദേശം 90% കടക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നുള്ളതാണ്. പക്ഷെ അങ്ങനത്തെ ഒരു തെറ്റുകൾ ഒരിക്കലും വരുത്താൻ പാടില്ലാത്തതാണ്. തീർച്ചയായിട്ടും അല്ല, ഫസ്റ്റ് ഗോളൊക്കെ ശരിക്കും മിസ്റ്റേക്ക്. രണ്ടാമത്തും അങ്ങനെ വന്നിരുന്നു. പക്ഷെ അത് റഫറി അത് ഫൗളാണെന്ന് പറഞ്ഞിട്ട് ഒരു ഗോള് ഡിസലവ് ചെയ്തൊരു ഗോളുണ്ട്, വിനീഷ്യസ് ജൂനിയറിന്റെ ഒരു ഗോള്. അതുകൂടി വന്നിരുന്നെങ്കിൽ അതിപ്പം തിയറി എൻട്രി ഒക്കെ ചോദിക്കുന്നത് അതെങ്ങനെ ഫൗളാവും, ഒരു സ്ട്രൈക്കർ ആ സമയത്ത്, അതല്ലാതെ എന്താണ് അവിടെ ചെയ്യാനുള്ളത്. അത് മാത്രമല്ല ഡിഫൻഡറെ സംബന്ധിച്ച് ബാലൻസ് ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവിടെ വിനീഷ്യസിന്റെ ഭാഗത്ത് ഒരു ചെറിയ ഡെലിബറേറ്റ് ഒരു അറ്റംപ്റ്റ് നടന്നാലെങ്കിലും അത് കിട്ടുമായിരുന്നു എന്നുള്ളതാണ്. വിനീഷ്യസിന് കിട്ടും, ഗോൾ അടിക്കാൻ പറ്റുമായിരുന്നു. ഈ അനാവശ്യമായിട്ടുള്ള കാണിക്കുന്ന റീപ്ലേയിൽ കാണിക്കുന്നുണ്ട് അത്. പക്ഷെ അത് പല എക്സ്പെർട്ടുകളും ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ ഫൗളാവും എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ റഫറി വാറൊക്കെ നോക്കിയിട്ട് അത് ഫൗളാണെന്ന് പറഞ്ഞ് ഡിസലവ് ചെയ്തു. അല്ലെങ്കിൽ ഇന്ന് അല്ലെങ്കിലേ വിനിക്ക് ഒരുപാട് ഹാട്രിക്ക് അടിക്കാനുള്ള അവസരം. ഇപ്പോൾ അവസാനത്തിലൊക്കെ ബ്രസീൽ കളിച്ചുകൊണ്ടിരുന്നത് വിനിക്ക് ഹാട്രിക്ക് അടിക്കാൻ ബോൾ കൊടുക്കുന്ന രൂപത്തിലാണെന്നൊരു ഫീലിംഗ് ഉണ്ടായി. കാരണം 58-ലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു ബ്രസീലിന്റെ ഒരു പ്ലെയർ അവസാനം വേൾഡ് കപ്പിൽ ഹാട്രിക്ക് അടിച്ചത് എന്നാണ് കണക്ക്. അപ്പോൾ ഒരു ഹാട്രിക്ക് ശരിക്കും ഡിസേർവ് ചെയ്താണ് വിനീഷ്യസ് ഇന്നലെ ഹാട്രിക്ക്. ഒരു ഗോള് ഗോൾ കീപ്പറുടെ ഒരു 1-1 സിറ്റുവേഷൻ വന്നിരുന്നു. എനിക്ക് തോന്നുന്ന സമയത്ത് മെസ്സിയും വിനീഷ്യസ് ജൂനിയർ നമ്മൾ വ്യത്യാസം എനിക്ക് അപ്പോ തോന്നിട്ടോ ഫിനിഷിംഗിലെ സമയത്തൊക്കെ എന്താണ് ചെയ്യേണ്ടത്, അത് വേണ്ടത്ര പവർ വന്നില്ല എന്നുള്ളതാണ്. അത് കിടലിനായിട്ട് വിനിക്ക് ഗോളാക്കാൻ. അതുപോലെ മെസ്സിയൊക്കെ ആണെങ്കിൽ സിംപിളി ഗോളായിരുന്നു. നമ്മുടെ പഴയ R9 നോക്കാനില്ല. അതെന്തായാലും ചിലപ്പം ഗോൾ കീപ്പറെ മറികടന്നിട്ട് പോയി ഗോൾ അടിക്കാനുള്ള മൂപ്പര് ഹോബിയൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വിനീഷ്യസ് ജൂനിയർ തന്നെയാണ് ഈ കളിയിലെ ഏറ്റവും വലിയ താരം നേരെ സംശയമില്ല. പക്ഷേ നമുക്ക് എടുത്തു പറയാനിപ്പം ബ്രൂണോ ഗുയിമാറസിൻ്റെ പെർഫോമൻസും അതുപോലെ റയാൻ്റെ പെർഫോമൻസും പിന്നെ ഗോൾ കീപ്പർ ആലിസൺ ബെക്കർ സാധാരണഗതിയിൽ ഇത്ര ഒന്നും പണി ഉണ്ടാവാറില്ല. ആദ്യ പകുതിയിൽ ഒരു ലക്ഷറി സ്പെക്ടേറ്ററാണ്, അങ്ങനെ വെറുതെ നോക്കിക്കാൻ. രണ്ടാം പകുതിയിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാക്കി. പ്രത്യേകിച്ച് സ്കോട്ട് മാക്ടോമിനായി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ബ്രസീൽ ഇപ്പം ക്വാളിഫൈ ചെയ്തു, 1ാം സ്ഥാനക്കാരായിട്ട് ക്വാളിഫൈ ചെയ്തു. ബ്രസീലിനെ സഹായിക്കാൻ അപ്പുറത്ത് ഹെയ്റ്റി നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് അല്ലേ. ബ്രസീലിന് ഇങ്ങനെ കളിക്കാതെ പറ്റുമായിരുന്നില്ല. കാരണം അപ്പുറത്ത് അൺപ്രഡിക്റ്റബിൾ ആണ്. മൊറോക്കയെ സംബന്ധിച്ച് ഗോളുകളോട് അടിച്ചു കൂട്ടുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടൈമിൽ ഹെയ്ത്തി മുന്നിലായിരുന്നു, 1-1 മുന്നിലുണ്ടായിരുന്നു. പിന്നെ മൊറോക്കോ തിരിച്ചു വന്നു. ഗോൾ ലീഡ് പറയാൻ പറ്റുന്ന അൺപ്രഡിക്റ്റ് ഗോളുകൾ ഇങ്ങനെ സ്കോർ ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ തമ്മിൽ ഗോൾ ഡിഫറൻസിന്റെ കാര്യത്തിൽ ബ്രസീലിന് അപ്പോൾ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, 3 ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ പിന്നെയും ഗോളുകൾ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതെങ്ങോട്ട് പോകുമെന്ന് പറയില്ല. അങ്ങനത്തെ ഒരു ഗെയിമാണ് അവിടെ 4-2. അപ്പോൾ ഹെയ്റ്റി ഒന്ന് പൊരുതി നോക്കി, പക്ഷെ അവസാനം മൊറോക്കോ അത് പിടിച്ചു. അപ്പോൾ ബ്രസീൽ ഇപ്പോൾ 1ാം സ്ഥാനം കൊണ്ട് ഗ്രൂപ്പ് സിയിൽ നിന്ന് മുന്നോട്ട് പോവുകയാണ്. സോ ചോദ്യം, നെതർലൻഡ്സ് ആണോ ജപ്പാനാണോ ബ്രസീലിന് റൗണ്ട് ഓഫ് 32 നന്നാവുക? ഏറ്റവും കിട്ടുമ്പോൾ ബ്രസീലിന് എന്തുകൊണ്ടും നല്ലത് ജപ്പാൻ തന്നെയാവും. ഒരു ഏഷ്യൻ കൺട്രി എന്നുള്ള നിലക്ക് അവർക്കൊന്നുകൂടി ഒരു കോൺഫിഡൻസ് കിട്ടും. തീർച്ചയായിട്ടും അവർ നോക്കുന്ന എതിരാളികൾ ആരും അവർ കളിച്ചേ തീരൂ. പക്ഷെ അതല്ല പ്രശ്നം. അവർ ഒരു പക്ഷേ അവർ കളിച്ചുള്ള എക്സ്പീരിയൻസിൽ നിന്നൊക്കെ ഒന്നുകൂടി റൗണ്ട് ഓഫ് 32 ആണ്, ഒരു ക്വാർട്ടർ സെമി ഫൈനലൊന്നല്ല. ഒന്നുകൂടി അഡ്വാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒരു ഏഷ്യൻ കൺട്രി ജപ്പാനെ ഒരിക്കലും അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. പക്ഷെ ഏഷ്യൻ കൺട്രീസ് എന്ന് പറയുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എത്ര രീതിയിൽ പോകുന്നതിനെ കുറിച്ചൊന്നും. അത് മാത്രമല്ല, ഹോളണ്ട് നെതർലാൻഡ്സ് അത്രമാത്രം നല്ല രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കളി 2 കളി നല്ല രീതിയിലാണ് നല്ല രീതിയിലാണ് കളിച്ചിരുന്നത്. ടോട്ടൽ ഫുട്ബോളാണ് കളിക്കുന്നത്. അപ്പോൾ അത് ബ്രസീലിന് ഇപ്പം റൊണാൾഡോ നസാരിയോ ഇപ്പം ഇന്നലെ പറയുന്നുണ്ട്, നമ്മുടെ ടീം നെതർലൻഡ്സിനോട് ഏറ്റുമുട്ടാൻ ആയിട്ടില്ല.
അത് ആവും. അതായത് ഓരോ കളി കഴിയുമ്പോഴും നമ്മളിങ്ങനെ ഇവോൾവ് ചെയ്ത് വന്ന് ഒരു ക്വാർട്ടറിലോ സെമിയിലോ ഒക്കെ ആണെങ്കിൽ ഓക്കെ. പക്ഷെ ഇപ്പോൾ ഏതായാലും നെതർലൻഡ്സിനെ ഒഴിവാക്കുന്നതാണ് നല്ലതെന്നാണ് റൊണാൾഡോ നസാരിയോ പറയുന്നത്. ഗ്രൂപ്പ് എഫിലെ കാര്യം അൺപ്രഡിക്റ്റബിളാ, ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ സ്വീഡൻ 2ാം സ്ഥാനത്തേക്ക് വന്നേക്കാം, ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ നെതർലൻഡ്സിന് നിലവിലിപ്പം അടുത്ത കളി ട്യൂണീഷ്യനായിട്ടുള്ളത് മാത്രമാണ് ഒരു ആശ്വാസമായിട്ടുള്ളത്. അപ്പൊ അത് ജയിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലിപ്പോൾ ഒരു 7 പോയിന്റായി. പിന്നെ അതേപോലെ തന്നെ ജപ്പാൻ കളിയാണ്, സ്വീഡൻ ജപ്പാൻ കളിയുണ്ട്. ജപ്പാൻ എനിക്ക് തോന്നുന്നു ഒരു കളിയിൽ 4-0 ട്യൂണീഷ്യനെ തോൽപ്പിച്ചിട്ടുള്ളത്. ഗോൾ ആവറേജിന്റെ കാര്യം ജപ്പാനും കുറച്ച് മുന്നിലാണ്. അപ്പോൾ ഈ ഗോളുകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഡിഫറൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഗ്രൂപ്പിനെ ചാമ്പ്യൻസിനെ നിർണ്ണയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ജപ്പാൻ 1ാം സ്ഥാനം സാധ്യത അതിൽ നിന്നുള്ളതാണ്. സ്വീഡനെതിരെ നല്ല ജയം അവർ ജയിച്ചാല് അവർ 1ാം സ്ഥാനത്തേക്ക് പോവാം. പക്ഷെ ഇവിടെ സ്വീഡൻ ജപ്പാനെ തോൽപ്പിക്കുകയാണെങ്കിൽ സ്വീഡൻ 2ാം സ്ഥാനം കൊണ്ട് കയറാൻ സാധിക്കും. ഈ 3 ടീമിൽ ഏതും ബ്രസീലിനെതിരെ വരാമെന്നുള്ളതാണ്. ഗ്രൂപ്പിലെ ഓരോ സമവാക്യങ്ങൾ മാറി വന്നപ്പോൾ ഗ്രൂപ്പ് എയിലെ സമവാക്യങ്ങൾ മാറിയതുണ്ട്. സൗത്ത് കൊറിയ 2ാം സ്ഥാനം കൊണ്ട് 2ാം സ്ഥാനം കയറി പോയപ്പോൾ അവിടെ കാനഡക്ക് ഒരുപക്ഷെ കാനഡ സൗത്ത് ആഫ്രിക്ക 2 ടീമിന് ക്വാർട്ടർ ഫൈനൽ എത്താം, ഏതെങ്കിലും ഒരു ടീമിൽ ആകെ മാറി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രൂപത്തിൽ അത് മാറി. അപ്പൊ ഇതിലിപ്പോ ഞാൻ ചോദിക്കുന്നത്, നെതർലൻഡ്സും ജപ്പാനാണ് നല്ലതെന്ന് പറഞ്ഞല്ലോ. ജപ്പാൻ ഓർ സ്വീഡൻ, ഇതിലേതായിരിക്കും ബ്രസീൽ നന്നാവുക? സ്വീഡൻ ഗ്യോക്കഡസും അലക്സാണ്ടർ ഐസക്കും ഒക്കെ ഉണ്ട്, ആക്രമണേന്ദ്ര സൂപ്പർ. പക്ഷേ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഒരു യൂറോപ്യൻ നാഷനാണ്, ടീമാണ്. സ്വീഡനെ സംബന്ധിച്ചിടത്തോളം അറ്റാക്കിങ്ങിൽ വളരെ മൂർച്ചയുള്ളതാണ്. അപ്പോൾ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത് അവരൊരു യൂണിറ്റായിട്ട് കളിക്കുന്നു, ടീമായിട്ട് കളിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു ഓർഗനൈസറായിട്ടുള്ള രീതിയിൽ ഒന്നുകൂടി കളിക്കാൻ നല്ലത് ജപ്പാനായിരിക്കും. ഇപ്പൊ സ്വീഡനെ സംബന്ധിച്ചിടത്തോളം അറ്റാക്ക് ചെയ്യപ്പെടാൻ ഒന്നുകൂടി എതിരെ ഗോൾ അടിക്കാൻ ഒന്നുകൂടി എളുപ്പമെന്ന് തോന്നി. ബ്രസീലിന് എളുപ്പമാകാം സ്വീഡന്. അപ്പോൾ ഈ 3 ടീമിൽ സ്വീഡനാണ് ബ്രസീലിന് നല്ലത്. സ്വീഡനായിരിക്കും എനിക്ക് തോന്നുന്നത്, ഗോൾ അടിക്കുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞത്. കാരണം നമുക്ക് അത്ര ഒരു കടുത്ത ഡിഫൻസ് ആയിട്ട് സ്വീഡൻ തോന്നിയിട്ടില്ല. അത് പിന്നെ മറുഭാഗത്ത് ഗ്യോക്കറസും അലക്സാണ്ടർ ഐസക്കും ഇവിടെ ഗോൾ അടിക്കാൻ വളരെ, അത് ഗബ്രിയൽ മഗ്ലസ് ഹാൻഡിൽ ചെയ്തോളും. കാരണം ഗ്യോക്കറസിനെ നന്നായിട്ട് അറിയാവുന്നതാവുമല്ലോ. അപ്പോൾ ഏതായാലും ഈ 3 ടീമുകളിൽ ഏത് ടീമായിരിക്കും ബ്രസീലിനെതിരെ കളിയുന്നുള്ളത് ഇന്ന് രാവിലെ 4:30, ഇന്നെന്ന് പറയുമ്പോൾ നാളെ പുലർച്ചെ 4:30 നടക്കുന്ന മത്സരങ്ങൾ, ഗ്രൂപ്പ് എഫിലെ മത്സരങ്ങൾ ആ സമയത്താണ്. അപ്പോൾ ഒരു 6:30 ആകുമ്പോഴേക്കും ബ്രസീലിൻ്റെ എതിരാളി ആരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ജൂൺ 29 രാത്രി ഇന്ത്യൻ സമയം 10:30 ബ്രസീലിൻ്റെ റൗണ്ട് ഓഫ് 32 മത്സരമുള്ളത്. നമുക്ക് കാത്തിരിക്കാം അതിലെന്ത് സംഭവിക്കും എന്നറിയാൻ വേണ്ടി. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറി മറിയുന്നൊരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ ഓരോ ഗ്രൂപ്പുകളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ, ഇപ്പോൾ മെക്സിക്കോ അത് 9 പോയിന്റോടെ അവർ കടന്നുപോയി. അത് സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചാണ് മെക്സിക്കോ തന്നെ ആയിരിക്കും ആ ഗ്രൂപ്പിൽ ഡൊമിനേറ്റ് ചെയ്യാന്നുള്ളത്. പക്ഷേ സൗത്ത് കൊറിയ, സൗത്ത് ആഫ്രിക്ക, ചെക്കിയ, ഇതിൽ നമ്മൾ പല ഫുട്ബോൾ എക്സ്പേർട്ടുകളും എഴുതി തള്ളിയ ടീമാണ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് കൊറിയയോ ചെക്കിയോ രണ്ടാമത് വരുന്ന പറഞ്ഞിരുന്നത് കളിച്ചുകൊണ്ടിരുന്ന ടീമാണ് വേൾഡ് കപ്പിൽ. ഞങ്ങളുടെ ഫസ്റ്റ് കളിയിലൊക്കെ വളരെ മോശം പെർഫോമൻസ് പ്രകടനം എന്നുള്ളതാണ്. ഇതൊരു ഞെട്ടിക്കലായോ, ട്വിസ്റ്റായോ ഗ്രൂപ്പ്? തീർച്ചയായിട്ടും. അതല്ലേ പറഞ്ഞത്, ഗ്രൂപ്പേ മൊത്തത്തിൽ മാറി മറിഞ്ഞു എന്ന് പറഞ്ഞത്. സൗത്ത് കൊറിയക്ക് ഇനി സാധ്യത മികച്ച 8 മൂന്നാം സ്ഥാനക്കാരെന്നുള്ളതിൽ ചെറിയൊരു സാധ്യത വേണമെങ്കിൽ സൗത്ത് കൊറിയ എങ്ങനെയാണ് ഇപ്പോ സൗത്ത് ആഫ്രിക്കയായിട്ട് തോറ്റത് മനസ്സിലാവാത്തത്. ഏതായാലും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ട്വിസ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ബിയിൽ കാര്യങ്ങൾ തീരുമാനമായപ്പോൾ ബോസ്നിയ ആൻഡ് ഹെർസഗോവിന സ്വിറ്റ്സർലൻഡ് 1ാം സ്ഥാനമായിട്ട് കയറി. പക്ഷെ കാനഡയും ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയും 4 പോയിന്റ് ആയിട്ട് വന്നു. അപ്പോൾ കാനഡ എന്തായാലും കയറി. പക്ഷെ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനക്ക് എന്തായാലും നല്ല സാധ്യതയുണ്ട്. 4 പോയിന്റ് മതി ഈ മികച്ച 8 മൂന്നാം സ്ഥാനക്കാരങ്ങളിൽ. അപ്പോൾ അവർ കയറും. ഖത്തർ പിന്നെ ഈ വേൾഡ് കപ്പിലൊന്നും ചെയ്തിട്ടില്ല അല്ലേ? അവര് ഖത്തർ പുറത്തായി, പാനമ പുറത്തായിട്ടുണ്ട്, ഹെയ്ത്തി പുറത്തായി. ഇങ്ങനെയുള്ള കുറെ ടീം. ടർക്കി ഓൾമോസ്റ്റ് പുറത്താണ്. ടർക്കി പുറത്താണ്. കളിയുണ്ട്. പക്ഷേ എക്വഡോറും അവര് തമ്മിലാണ് മത്സരം ഉള്ളത്. ഇന്നത്തെ കളിയിൽ ഒരു 4ാം സ്ഥാനം, മൂന്നാം സ്ഥാനം 4 പോയിന്റ് വെച്ച് സാധ്യതകളുണ്ട്. ട്യൂണീഷ്യ പുറത്തായിട്ടുണ്ട്. ട്യൂണീഷ്യ ഓൾറെഡി പുറത്തായതുകൊണ്ട് മറ്റേ ഗ്രൂപ്പിൽ നെതർലൻഡ്സോ ജപ്പാനോ സ്വീഡനോ ആരെന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്.
അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇന്ന് തീരുമാനമാവാനുള്ള മത്സരങ്ങൾ. ന്യൂസിലാൻഡും ഏകദേശം പുറത്തായി രൂപത്തിൽ തന്നെയാണ്. ന്യൂസിലാൻഡിന്റെ കാര്യത്തിലും ഏതാണ്ടൊക്കെ ഒരു തീരുമാനമായ ഒരു അവസ്ഥ. സൗദി അറേബ്യ പുറത്തായിരിക്കും. സൗദി അറേബ്യ പുറത്തായി, ഒരു പോയിന്റ് ആണുള്ളത്. ഇനിയിപ്പം കേപ്പ് വെർദക്ക് സാധ്യത ഉണ്ട്. കേപ്പ് വെർദക്കും ഉറുഗ്വായ്ക്കും 2 പോയിന്റുകളാണ്. അപ്പോൾ കേപ്പ് വെർദ എന്തായാലും സൗദിക്കെതിരെയാണ് കളി. കേപ്പ് വെർദ ജയിക്കുകയാണെങ്കിൽ കേപ്പ് വെർദ മുന്നോട്ട് കയറും, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ ഫ്രാൻസ്, നോർവേ, സെനഗൽ, ഇറാഖ് എന്നുള്ളതിൽ സ്റ്റിൽ സെനഗലിന് വേണമെങ്കിൽ 3 പോയിന്റ് ഒക്കെ നേടിക്കഴിഞ്ഞാൽ ആ 3ാം സ്ഥാനം എന്നുള്ളതിന് ചെറിയ സാധ്യത. ക്ലോസ് മാച്ച് ഒക്കെ ആയിരുന്നു. അതെ നല്ല കളി കളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പണി കിട്ടി. അർജന്റീന, ഓസ്ട്രിയ, അൾജീരിയ. അർജന്റീന ഏതായാലും അറിയാതാണ്, ജോർഡൻ ഏതായാലും പുറത്തായി. സോ ഓസ്ട്രിയ, അൾജീരിയ എന്നുള്ളതിൽ ആരൊക്കെ വരും എന്നുള്ളത് കാണാം. കൊളംബിയ, പോർച്ചുഗൽ, DR കോങ്കോ ഇങ്ങനെയുള്ള ടീമുകൾ ഇപ്പോഴും സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പോർച്ചുഗൽ എന്തായാലും ആ ഗ്രൂപ്പിൽ ഇന്ന് മുന്നോട്ട് കയറും. 1ഓ 2ഓ സ്ഥാനം എന്നുള്ളതാണ് ഇനി ചോദ്യമുള്ളത്. കൊളംബിയക്കെതിരെയാണ് കളി എന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റിംഗ് ആണ്. അവിടെ ഇംഗ്ലണ്ട്, ഘാന, ക്രൊയേഷ്യ അല്ലെ. ഇംഗ്ലണ്ട് ഘാന സമനില പിടിച്ചോടുകൂടി അവിടുത്തെ കാര്യങ്ങളാകെ മാറി പറഞ്ഞു. അപ്പോൾ ഇനി പനാമ പുറത്തുപോയി. അപ്പോൾ ഇനി വരാനിരിക്കുന്ന മത്സരങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറാനുള്ളതുമാണ്. അപ്പോൾ ഇന്നത്തെ ബ്രസീലിൻ്റെ വിജയം തീർച്ചയായിട്ടും ഒരു ഹെക്സക്കുള്ള പ്രതീക്ഷ ഇപ്പോൾ ഈ കളി കണ്ടിട്ട് വെക്കണം. എന്ത് തോന്നുന്നു? സെറ്റായി എന്നാ പറയുന്നത്. ഇപ്പൊ ആഞ്ചലോട്ടി ഗ്രാജുവൽ ഡെവലപ്മെന്റ് ആണ്. ഒന്നാമത്തെ 2ാമത്തെ കളിയിൽ നമ്മൾ കണ്ടൊരു വിഷയം എന്നാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഒന്ന് സ്ലോ ഡൗൺ ആയി എന്നുള്ളതിനെ കുറിച്ചാണ്. പക്ഷേ ഇന്നത്തെ കളിയിൽ എന്ന് വെച്ചെങ്കിൽ ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ് എന്നുണ്ടെങ്കിൽ ഒരേ ഇന്റൻസിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഇന്റൻസിറ്റി അവരെ സംബന്ധിച്ചോടെ വളരെ അത്യാവശ്യമായിരുന്നു ഇന്നലെ സംബന്ധിച്ചിടത്തോളം. കാരണം ഗോളുകൾ 3 ഗോൾ അടിച്ചിട്ടും അവർ നിർത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അപ്പുറത്ത് എന്താ സംഭവിക്കണമെന്ന് എന്നുള്ളതുകൊണ്ട്. അതായത് ആഞ്ചലോട്ടി പറഞ്ഞത് ഇപ്പൊ ഞങ്ങളൊരു ടീമായി എന്നാണ്. അതായത് വേണ്ട വിധത്തിൽ ആരോടും ഏറ്റുമുട്ടാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഞങ്ങൾ മാറിക്കഴിഞ്ഞു, ഇപ്പൊ ഞങ്ങളൊരു ടീമായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സാരിയതിൽ അങ്ങനെ തന്നെ എനിക്ക് തോന്നിയത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം. ഒരു എനിക്ക് മൊറോക്കോ ആയിട്ട് കളിക്കുമ്പോൾ നമ്മൾ ബ്രസീൽ പോലും ആക്ച്വലി അവർ റെസ്പെക്ട് ചെയ്യുന്നുള്ള രീതിയിലാണ് ഉണ്ടായിരുന്നത് പറഞ്ഞത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോഴേക്ക് വരുമ്പോൾ ആക്ച്വലി എന്താ പറയുക, ഒരു ബ്രസീൽ ഒരു ചാമ്പ്യൻ ടീമിലെ പോലുള്ള ഏകദേശം ഒരു കളി തന്നെയാണ് കളിച്ചിട്ടുള്ളത്. ഒരുപാട് അതായത് ശരിക്കും ഇവോൾവ് ചെയ്ത് നല്ല വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്നലെ ഹെയ്ത്തിൻ്റെ കളി ഞാൻ ഇങ്ങനെ ഇടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്താ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. ഹെയ്ത്തി കട്ടക്ക് നിൽക്കുന്നുണ്ട് മൊറോക്കോയുടെ തുടക്കത്തിലൊക്കെ. അപ്പം ഈ ഘട്ടത്തിൽ ബ്രസീൽ ഇപ്പോൾ ഇവോൾവ് ചെയ്ത് വന്ന ഈ ഒരു സമയത്ത് ഗ്രൂപ്പിലെ 3rd മാച്ചായിരുന്നു ബ്രസീൽ മൊറോക്കോ എങ്കിൽ ബ്രസീൽ ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നോ? നല്ല കോൺഫിഡൻസോട് കൂടിയാവും ബ്രസീൽ കളിക്കുക. ഇവിടെ സാധ്യത അത്ര പഴയതുപോലുള്ള റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. കാരണം നല്ല ഒത്തണക്കത്തോടു കൂടി ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഇവരിപ്പോൾ നിലവിലുള്ള ഫോർമേഷൻ മൊറോക്കോ ആയിട്ട് കളിച്ചൊരു ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രൈക്കർ ഗിയർത്തിയാഗോ ഉണ്ടായിരുന്നു മുന്നിൽ. അങ്ങനെ നിർത്തിയത് ഞാൻ പറയാനുള്ള കാരണം ഇവരുടെ ഈ മിഡ്ഫീൽഡും ഫോർവേഡ്സ് അടക്കം നിലവിലുള്ള ഈ ഇപ്പോൾ ഇവർ കളിക്കുന്നത് 4-1-2-3 എന്നുള്ള ഫോർമേഷനിലല്ലേ. അപ്പോൾ ഈ ഒരു ഫോർമേഷനിൽ അവരുടെ ബാക്കിയുള്ള മുന്നിലുള്ളത് മിഡ്ഫീൽഡേഴ്സ് അടക്കം വളരെ ക്രിയേറ്റീവായിട്ട് എല്ലാവരും ഒരേപോലെ ക്രിയേറ്റീവായിട്ട് കളിക്കുന്നവരാണ്. അതാണ്. അപ്പോൾ അവർ ഗോൾ അതേപോലെ തന്നെ ഗോൾ അടിക്കുകയും ചെയ്യും, ഗോൾ അടിപ്പിക്കുകയും ചെയ്യുന്ന പരസ്പരം എന്നുള്ളതാണ് ആ രീതിയിലേക്ക്. അപ്പോൾ അതാണ് വിനീഷ്യസ് ജൂനിയറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു സ്ട്രൈക്കർ അവൻ്റെ ഒരു സമ്മർദ്ദമില്ല അവർക്ക് കൊടുക്കണം എന്നുള്ളത്. പക്ഷെ ഇവരെന്നെ ഗോൾ അടിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ഇതിൽ ചർച്ച ചെയ്ത അതേ വിഷയം തന്നെ. വിനിയുടെ പൊസിഷൻ മാറ്റിയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ലെഫ്റ്റ് വിങ്ങർ അല്ല, ആള് കുറച്ചുകൂടി സെൻട്രിഷ് ആയിട്ട് വരുന്നു, കുറച്ചുകൂടി റൈറ്റിലേക്ക് കുറച്ചുകൂടി ഓറിയന്റഡ് ആയി പോകാൻ പോലും ആൾ റെഡിയാവുന്നു. അത് ആഞ്ചലോട്ടി വരുത്തിയൊരു ഷിഫ്റ്റാണ്. കാരണം അങ്ങനെ കളിക്കാൻ സെൻട്രിഷ് ആയിട്ട് അങ്ങനെ കളിക്കാൻ വേറൊരു പ്ലെയർ ഇല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ലെഫ്റ്റ് നാളെ പിടിച്ച് ഇങ്ങോട്ട് കുറച്ചുകൂടി ട്രെയിനിങ് സെഷനുകളിൽ പരീക്ഷിച്ചിട്ട് ഒരു പക്ഷേ മനസ്സിലായിരിക്കും. തീർച്ചയായിട്ടും. കാരണം അവർ തമ്മിലുള്ള റാപ്പോ കാണിക്കണത് അണ്ടർസ്റ്റാൻഡിങ്. അതായത് വിനീഷ്യസും ആഞ്ചലോട്ടിയും തമ്മിൽ എത്രത്തോളം അവരൊരു കമ്മ്യൂണിക്കേഷനും അതേപോലെ തന്നെ വിനീഷ്യസ് മൂപ്പർക്ക് കീഴിൽ എത്രമാത്രം കംഫർട്ടബിൾ ആണെന്ന് കൂടി കാണിക്കുന്ന സംഭവമാണ്. ഇതൊക്കെ കാണുമ്പോൾ മിസ് ചെയ്യുന്ന ഒരാളുണ്ട്, റോഡ്രിഗോ. ഈ പരിപാടിക്കൊക്കെ ഒക്കെ പറ്റുമായിരുന്നു, ലെഫ്റ്റോ റൈറ്റോ സെന്ററോ ഒക്കെ കളിപ്പിക്കായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ബ്രസീൽ ഒരുപാട് മുന്നോട്ട് പോകും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്നത്തെ കളികൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതിനുശേഷം നമുക്കറിയാം ബ്രസീലിൻ്റെ എതിരാളി ആരാണെന്ന്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.